ഇന്നലെ ദഫേദാറിന്റെ കല്യാണത്തിന് പോയി. ആരാ ഈ ദഫേദാർ? നമ്മളെ കൂടെയുള്ള വിഷ്ണു അല്ലേ? ദഫേദാർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? അതിപ്പോ നോക്കാൻ പോണ്ട, ലൈഫിന്റെ അർത്ഥം നോക്കാൻ പോയി നോക്കി. ഞാൻ അതും ആലോചിച്ച് കുറെ യാത്രയൊക്കെ ചെയ്ത് നോക്കിയേ. ഞാനാണ് സംഭവം, ഞാൻ ചെയ്തതാണ് സംഭവം, ഞാൻ ചെയ്ത് കണ്ടില്ലേ, ഇന്റെ കഴിവ് കണ്ടില്ലേ എന്ന് പറയലാണ് ലൈഫിൽ അർത്ഥം എന്ന് ആദ്യം തോന്നി. പിന്നെ മനസ്സിലായി ഇന്റെ കയ്യിൽ ഇന്റതും ഓന്റെതും ഇരിക്കുമ്പോൾ ഞാൻ ഇന്റത് ആർക്കും കൊടുക്കൂല എന്ന് പറയണതാണ് സംഭവം എന്നുള്ളത്. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ച് ചങ്ങായിമാരായി ലൈഫ് കളർഫുൾ ആകുമ്പോൾ ഉണ്ടാവണ സാക്രിഫൈസിന്റെ വേദനയാണ് മീനിങ് ഫുൾ എന്ന് ഓർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സാക്രിഫൈസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇമ്മാന്റെ മടിയിൽ ഇങ്ങനെ കളിച്ച് രസിക്കണ പോലെ തന്നെ പടച്ചോന്റെ മടിത്തട്ടക്ക് പോണ ഹജ്ജ് യാത്ര ഒരു സാക്രിഫൈസും മീനിങ് ഫുള്ളും ആയിട്ടുള്ള കാര്യമാണെന്ന് ചിലർക്ക് തോന്നി തുടങ്ങി. ഇങ്ങനെ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് തോന്നി തുടങ്ങില്ല. നട്ടം തിരിഞ്ഞ് നടക്കണ പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടണമെന്നുള്ള പ്രായത്തിലാണോ, പഠിക്കണ ഈ പറഞ്ഞ 5ാം ക്ലാസ്സിന്റെ പ്രായത്തിലാണോ, അതോ ജീവിതത്തിൽ ഒരു വൈക്കെത്തി എന്ന് തോന്നണ എല്ലാവരും മടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി പേരക്കുട്ടികളെ നോക്കുന്ന പ്രായത്തിലാണോ, അതോ സത്യത്തിൽ സൈക്കോളജിസ്റ്റുമാർ പറയണ മാതിരി അഡോളസെൻസ് എന്ന് പറഞ്ഞ ഈ 13ാം വയസ്സിലാണോ? എന്തായാലും ലൈഫിലെ വൈകുന്നേരങ്ങളിലെത്തി ഇങ്ങനെ പേരക്കുട്ടികളോട് കളിച്ചു നിൽക്കണ എന്റെ ഉപ്പാക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ഞാൻ കൂടുതലും വിട്ടുവീഴ്ച ചെയ്യും, വേണമെന്ന് വിചാരിച്ച ദാഹനീര് പലതും കുടിക്കാതിരിക്കുകയും വേണമെന്ന് വിചാരിച്ച കുറെ സ്വപ്നങ്ങൾ ജീവിക്കാതിരിക്കുകയും ചെയ്തുങ്ങാണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് എനിക്ക് ആക്ച്വലി ലൈഫിൽ ഒരു അർത്ഥം തോന്നണം എന്നുള്ളതാ.